ഇതിനകത്ത് ഇമ്മ്യൂണോ കെമിസ്ട്രി, അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻസിൻ്റെ ചാപ്റ്റർ. അതിനകത്ത് നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ, ഫംഗ്ഷൻ ആ PDF ഓരോന്നിൻ്റെ ഉണ്ട്. സ്ട്രക്ചറാണ് പുറത്തുനിന്ന് ടെക്സ്റ്റിലുണ്ടോ എനിക്ക് സംശയമുണ്ട്, എവിടെ നിന്ന് വെച്ചാൽ അതും കൂടെ നോക്കി വെക്കുക. പിന്നെ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോ IgG, IgM, GAMED ആ സാധനം. പിന്നെ ഈ സ്ട്രക്ചറിനകത്ത് പിന്നെ ഓരോന്നിൻ്റെ ആ പെൻറ്റാവാലൻ്റ്, അതല്ലാതെ ഈ ഇതിന് ഓരോ പേരൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിനും അതിൻ്റെ ഓരോ പേരും. അത് ഞാൻ ആ ജോർജിന് അയച്ചേക്കുന്ന PDF അതിനകത്തുണ്ടത്. പിന്നെ സ്ട്രക്ചർ ഫംഗ്ഷൻ അവിടെ നോട്ടം മോണോക്ലോണൽ ആൻറ്റിബോഡി, ഇതൊക്കെ എന്താ നോക്കിയേക്കുക. പിന്നെ ഇവിടെ വരുമ്പം ഈ പാസീവ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, അത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇത് അക്വേർഡ് ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, ഇതൊക്കെ ലൈക്ക് എന്താണെന്നൊരു അത്യാവശ്യം അക്വേർഡ് ഇതൊക്കെ ഐഡിയ. ഇതിനകത്തുള്ളത് ഇപ്പോൾ പാസീവ് ആയിട്ട് മെയിനായിട്ട് ഇത് നോക്കിക്കോ. പിന്നെ ഈ ബേസിക്കലി ആ ഒരു PDF അതിനകത്ത് കിടപ്പുണ്ട് ഓരോ IgG, ആ ഓരോന്നിൻ്റെ ഫംഗ്ഷൻ. ജസ്റ്റ് ആ ഫംഗ്ഷൻസ് ബേസ് ആയിട്ട് നോക്കുന്നത് ആ ജസ്റ്റ് ആ PDF മാത്രം അറിഞ്ഞാൽ മതി, അത് ധാരാളമാണ്. പിന്നെ ഇങ്ങനൊരു സാധനത്തിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ കുറച്ച് സാധനങ്ങളുടെ എന്തൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട്. പിന്നെ ഒരു ലാംഡ, കാപ്പ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ലൈക്ക് ഈ ലോങ് എസ്സേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ എഴുതാൻ വേണ്ടി ഒരുപാട് അത്രയും കണ്ടൻറ്റ് വേണം. പിന്നെ ഇതൊക്കെ എന്താണെന്ന് നോക്കി, പ്രൈമറി സെക്കൻഡറി, അതൊക്കെ ലൈക്ക് 2022 ചോദിച്ചേക്കുന്നതല്ലേ, അപ്പോൾ അതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റാണ്. സ്ട്രക്ചർ ഫംഗ്ഷൻ, ടൈപ്സ്, സൈറ്റോകൈൻസ് ഒക്കെ എന്താണെന്ന് നോക്കി വെച്ചോ. റോൾ ഓഫ് സൈറ്റോകൈൻസ് ടെക്സ്റ്റിലുണ്ടോ സൈറ്റോകൈൻസ് പ്രസാദിലുണ്ടോ നോക്കും. പ്രസാദ് എനിക്ക് സംശയമാണ്, സൈറ്റോകൈൻസ് കുറവാണെന്ന് തോന്നുന്നു പ്രസാദിൽ. ഇതൊക്കെ പിന്നെ ഷോർട്ട് ആൻസർ 4 മാർക്കിനുള്ളതും മതിയാവും ഈ ഇത്തരം ഭാഗത്തുള്ളത്. 2018 വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ലൈക്ക് അതിന് ശേഷം 19 മുമ്പോട്ട് നോക്കിയാൽ മതിയാവും. ഓക്കെ.